ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥിരം ചെയ്യുന്ന പോലത്തെ അല്ലാത്ത ഒരു കുറച്ച് വെറൈറ്റി സ്റ്റോറിയുള്ള ഒരു ഡ്രാമയാണ് കാണാനായിട്ട് പോകുന്നത്. ഈ ഡ്രാമ അവസാനിക്കുന്ന സമയത്ത് ഇത് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഫീൽ ഉണ്ടാവും. അത് ഞാൻ എന്തായാലും ഉറപ്പ് തരാം കേട്ടോ. ഡ്രാമ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീൽ എന്താണെന്നുള്ളത് ഉറപ്പായും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിൻ്റെ പേര് യങ് എന്നാണ്. അവൾ ഒരു വലിയ ഡാൻസ് ഗ്രൂപ്പിലെ അംഗമാണ്. നമ്മുടെ ഇവിടുത്തെ ഈ ട്രഡീഷണൽ ഡാൻസായ മോഹിനിയാട്ടം, ഭരതനാട്യം അങ്ങനെയൊക്കെയില്ലേ, അവരുടെ നാട്ടിൽ അതുപോലുള്ളൊരു ട്രഡീഷണൽ ഡാൻസ് ആയിരുന്നു ഈ ഗ്രൂപ്പ് ഡാൻസ്. ഇത് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിൽ ഒരു 10-50 പേര് തന്നെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അത്രയും പെർഫെക്ഷനായിട്ട് കളിക്കുന്ന ഒരു ഡാൻസും ആയിരുന്നു. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇപ്പം ഇരുന്ന് അവളുടെ അമ്മയെ കോൾ ചെയ്തിട്ട്, അമ്മേ നിങ്ങളിത് ഏത് ഷൂ എടുത്ത് വെച്ചത്? ഇതൊരു പഴയ ഷൂ ആണ്, ഇതിട്ട് ഞാൻ എങ്ങനെ കളിക്കാനാണ്? മോളെ ഈ ഒരൊറ്റ തവണത്തേക്ക് നീ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാകത്തുള്ളൂ. പ്ലീസ് പ്ലീസ് അമ്മ പറയുന്നത് കേൾക്ക്. അമ്മയ്ക്ക് ഇപ്പം മീറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ അവിടേക്ക് വരാം. മോളെ വിഷമിക്കേണ്ട അമ്മേ പ്ലീസ്. മിസ് എന്നെ ഒരുപാട് വഴക്ക് പറയും. നിങ്ങൾക്കതെന്താ മനസ്സിലാവാത്തത്? മോളെ ഈ ഒരൊറ്റ തവണത്തേക്ക് നീ ക്ഷമിച്ചേക്കെന്ന് പറഞ്ഞിട്ട് അവർ കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പാവം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ പഴയ ഷൂ ഇട്ട് കളിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ലാസ്റ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവരുടെ ആ ടീച്ചറാണെങ്കിൽ വിളിക്കുന്നുണ്ട്. ഇവരുടെ ഈ ടീച്ചർ ഒരു മുരാശിയായിരുന്നു. എപ്പോഴും എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും ദേഷ്യം മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. നമ്മുടെ യങ്ങിനും അവർ ഒരുപാട് പേടിയായിരുന്നു. അങ്ങനെ അവൾ പാവം ആ പഴയ ഷൂ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരത് ശ്രദ്ധിക്കുന്നുമുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയതുകൊണ്ട് തന്നെ ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് യങ്ങിനോട് അവരൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അവരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ യങ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുമുണ്ട്. ഇതേ സമയം നമ്മുടെ യങ്ങിൻ്റെ അമ്മ കാർ ഓടിച്ച് വരുന്നുണ്ടല്ലോ, പെട്ടെന്ന് വെച്ചിട്ട് അവരുടെ കാറിലേക്ക് ഒരു ലോറി ഇടിക്കുന്നുണ്ടായിരുന്നു. ഉടനെ ആംബുലൻസും ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവരുടെ കൈ ഇങ്ങനെ സ്ട്രക്ചറിൽ നിന്ന് ഇങ്ങനെ വഴുതി വീഴുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർ മരിച്ചുപോയി എന്നുള്ള കാര്യം. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞുള്ള എങ്ങനെയാണ് കാണിക്കുന്നത്. അവളൊരു കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. വീട്ടിലിപ്പോൾ ഒറ്റയ്ക്കാണ്. അമ്മയുമില്ല, അച്ഛനുമില്ല, സഹോദരങ്ങൾ തന്നെ അറിയാനായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ എപ്പോഴെങ്കിലുമൊക്കെ എഴുന്നേൽക്കും, എന്തെങ്കിലുമൊക്കെ കഴിക്കും, സ്കൂളിലേക്ക് പോകും. അങ്ങനെ അവളുടെ കാര്യങ്ങളെല്ലാം അവൾ ഒറ്റയ്ക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതുപോലെ രാവിലെ ഒരുപാട് ലേറ്റായിട്ടായിരുന്നു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. എണീറ്റ പാടെ കിട്ടിയ ഒരു ഡ്രസ്സും എടുത്തിട്ടിട്ട് നേരെ ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു ബ്രെഡ് മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അതൊന്നും ഒരെണ്ണവും കഴിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഓടുമായിരുന്നു. അവൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഇവനാണ് നമ്മുടെ കഥയിലെ നായകൻ. ഇവൻ കഥയിലെ നായകൻ മാത്രമല്ല, നമ്മുടെ ഹീറോയിനെ ഇപ്പോഴേ ഒരു ചെറിയ ഇഷ്ടമൊക്കെ അവനുണ്ട്. നിനക്ക് തണുക്കുന്നില്ലേ? നിന്നോട് എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവാത്തത്? എൻ്റെ ഒരു സ്കാർഫ് ഇട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ അവളുടെ കഴുത്തിലേക്ക് ഒരു സ്കാർഫ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താ നീ കുളിക്കാത്തത്? തലമുടിയൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? ഭയങ്കര സ്മെല്ലാന്ന് പറയുമ്പോൾ നിന്നോട് ആരെ മണപ്പിച്ച് നോക്കാനോട് പറഞ്ഞത്? അത് മാത്രമല്ല, ഇതുപോലെ ഓവർ കെയറിങ് ഒന്നും എന്നോട് കാണിക്കണ്ട. എനിക്ക് തണുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാനായിട്ട് അറിയാം. അതിനു വേണ്ടിയിട്ട് ഇത്രയും പ്രഹസനം ഒന്നും കാണിക്കേണ്ടെന്ന് പറയുമ്പോൾ, എടി പ്ലീസ്, ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്, മതി മതി, കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി സ്കൂളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഇവിടെയും ഒരു ബുള്ളി ടീം ഉണ്ടായിരുന്നു. ഈ 3 പെൺകുട്ടികൾ അടങ്ങുന്ന ടീമായിരുന്നു ആ ബുള്ളി ടീം എന്ന് പറയുന്നത്. ഈ പെൺകുട്ടിയാണ് ഇതിലെ ഹെഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ 3 ആളും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഹെഡ് ആയിരിക്കുന്ന പെൺകുട്ടി പറയുന്നുണ്ട്, ഇന്നേ ദിവസം നമുക്കൊരു മത്സരം വെച്ചാലോ? ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന ആരാണോ അവരതിൽ വിജയിക്കുമെന്ന് പറയുമ്പോൾ 3 ആളും കൂടെ മത്സരിച്ച് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും ഈ പെൺകുട്ടിക്ക് കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടനെ, എടി നീക്ക് ഇത്രയും ഫുഡ് കഴിച്ചിട്ടും ഇങ്ങനെ തന്നെയാണല്ലോ എപ്പോഴും ഇരിക്കുന്നത്? എന്നെക്കൊണ്ട് വയ്യ, ഞാൻ മടുത്തു എന്ന് അവൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നവർ കാണുന്നുണ്ടായിരുന്നു. സാധാരണ എപ്പോഴും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് അടികൂടാനായിട്ട് ഇവൾ അങ്ങോട്ട് പോവുമായിരുന്നു. ഇത്തവണയും അവൾ ഒറ്റയ്ക്കാണല്ലോ ഇരിക്കുന്നത്. അപ്പം തന്നെ ഇവരുടെ കൂട്ടത്തിലിരുന്ന് പറയുന്നുണ്ട്, ഈ സ്കൂളിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന ഈ പെങ്കൊച്ച, എന്നിട്ടും അത് ഇരിക്കുന്ന കണ്ടില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പാവം നമ്മുടെ ഹീറോയിൻ. വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ അവൾ കഴിക്കുന്ന ഫുഡെന്ന് പറയുന്നത് ഈ ഉച്ചയ്ക്ക് സ്കൂളിൽ വന്ന് കഴിക്കുന്ന ഫുഡായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇത്രയും ക്വാണ്ടിറ്റിയിൽ അവൾ കഴിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവളോട് 2 ഡയലോഗ് അടിച്ച് അടികൂടാന്ന് പറഞ്ഞിട്ട് ഈ ഹെഡായിരിക്കുന്ന പെങ്കുച്ച് അവിടേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ നമ്മുടെ ഹീറോ വരുന്നുണ്ടായിരുന്നു. അവൻ്റെ പ്ലേറ്റിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അന്നേരം യങ് ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ നിൻ്റെ പ്ലേറ്റിൽ ഇത്രയധികം ക്യാരറ്റ് എടുത്ത് വെച്ചേക്കുന്നത്? അത് നിനക്ക് ക്യാരറ്റ് ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചത്. എൻ്റെ ഇഷ്ടം നോക്കിയിട്ടാണോ നീ ഫുഡ് എടുക്കുന്നത്? നിനക്കും ക്യാരറ്റ് ഇഷ്ടം തന്നെയാണല്ലോ. ആണ്, എന്നാലും നിനക്ക് ക്യാരറ്റ് കുറച്ചധികം ഇഷ്ടമാണല്ലോ, ഇതാ കഴിക്കുന്നു പറഞ്ഞിട്ട് അവൻ തന്നെ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോഴത്തേക്കും അങ്ങനെ ഒരുപാട് സങ്കടവും തോന്നുന്നുണ്ട്. തന്നെക്കുറിച്ച് ആകെ സ്നേഹവും സഹതാപവും ഉള്ളത് ഇവന് മാത്രമാണ്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന്
അവളുടെ വയറ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓടി ബാത്റൂമിലേക്ക് പോകുന്ന സമയത്തായിരുന്നു അവളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ പെട്ടെന്ന് ഓടി സ്കൂളിലേക്ക് വരുന്ന തിരക്കിൽ ആ ഫ്രിഡ്ജിലിരുന്ന കേടായ ബ്രെഡായിരുന്നു അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു അവൾക്കിപ്പോൾ വയറിന് പണി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബാത്റൂമിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് പുറത്ത് ആ ഹെഡായിരിക്കുന്ന പെങ്കൊച്ചില്ലേ, പതിവിലും വിപരീതമായിട്ട് കുറേ അധികം ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ അവൾക്കും വോമിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും കുറച്ചധികം ശത്രുക്കൾ തന്നെയാണെങ്കിലും അപ്പോൾ ആ സാഹചര്യത്തിൽ അടികൂടാനായിട്ടൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. എനിക്കിതിനൊന്നും വയ്യേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ വന്നപാടി കഴിഞ്ഞിട്ട് തിരികെ പോകുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം ഇവർക്ക് ആ ഒരു ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഈ ഡാൻസ് ഗ്രൂപ്പിൽ നമ്മുടെ യങ്ങും ഉണ്ട്, മാത്രമല്ല ഈ ബുള്ളി ഗ്രൂപ്പിലെ എല്ലാ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാക്ടീസിന് തൊട്ടു മുന്നേ അവർക്ക് റെഡി ആവണമല്ലോ. ആ റൂമിൽ നിന്ന് റെഡി ആയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ബുള്ളി ഗ്രൂപ്പിലുള്ള ഒരു പെൺകുച്ച് പറയുന്നുണ്ട്, എടി നിങ്ങളൊരു കാര്യം അറിഞ്ഞായിരുന്നോ, ആ യങ്ങില്ലേ അവള് ഈ സ്കൂളിൽ പഠിക്കുന്നതിന് ഫീസില്ല, ഡാൻസ് പഠിക്കുന്നതിന് ഫീസില്ല, ഒന്നിനും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നമുക്കങ്ങനെയാണോ? ഓ, അച്ഛനും അമ്മയും ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇവരിതെന്തിനൊക്കെയാ അനുമതി കൊടുത്ത് വിട്ടേക്കുന്നത്? അന്നേരം തന്നെ ഈ ഹെഡായിരിക്കുന്ന പെങ്കൊച്ച് പറയുന്നുണ്ട്, എനിക്കും അമ്മയൊന്നും ഇല്ലാതിരുന്നാൽ കൊള്ളായിരുന്നു, എങ്കിൽ പിന്നെ ഇതുപോലെ ഫീസ് കൊടുത്ത് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരത്തില്ലല്ലോ. പക്ഷേ ഇതെല്ലാം നമ്മുടെ ഹീറോയിൻ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മഹാ കള്ളി അവള്. അച്ഛനും അമ്മയും ബന്ധുക്കളും ആരുമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പറ്റിച്ച് വെച്ചേക്കുക. ഇതുപോലൊരു കള്ളി ഈ സ്കൂളിലുണ്ടാവത്തില്ല എന്ന് പറഞ്ഞൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പാവം നമ്മുടെ എങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടികൾ റെഡിയായിട്ട് അവിടെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഈ ഏറ്റവും കൂടുതൽ നമ്മളെ എങ്ങനെക്കുറിച്ച് കുറ്റം പറഞ്ഞ പെൺകുട്ടിയെ തള്ളിയിടാൻ വേണ്ടിയിട്ട് അവൾ പെട്ടെന്ന് കാലെടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. എടി നീ ഇതെന്താ ഈ കാണിക്കുന്നത് പറഞ്ഞ് ആ ഹെഡായിരിക്കുന്ന പെൺകുട്ടി ചാടി കയറി വരുന്നുണ്ടായിരുന്നു. ഒന്നുമില്ലാന്ന് വെച്ചിട്ട് കൂടുതൽ കടന്ന് വിളയാനായിട്ട് നിൽക്കരുത് കേട്ടോ. നീ എന്ത് ചെയ്തിരുന്നാലും ടീച്ചേഴ്സ് എല്ലാം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് നിനക്കുള്ളത്. എന്തായാലും നീ എന്തൊക്കെ ചെയ്തിരുന്നാലും ഞങ്ങളുടെ ഒപ്പം എത്താന്ന് ഈ ജന്മം നീ വിചാരിക്കണ്ട. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, ഒരു 10,000 രൂപ എനിക്കിപ്പോൾ ഒന്ന് അയച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഈ യങ്ങിന് അവൾക്കെതിരെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിരുന്നാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നേരിടുകയായിരുന്നു. പാവം. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കണം അവളുടെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടിയിട്ട് ഈ ഡാൻസ് ഗ്രൂപ്പിലെ ഒരു ടീച്ചർ ഉണ്ടല്ലോ, അവർ വന്ന് പറയുന്നുണ്ട്, അടുത്ത് തന്നെ നമുക്കൊരു ഫെസ്റ്റിവൽ വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് പിള്ളേരെ ഒന്ന് ഇറക്കണം. പക്ഷേ ആരും നല്ല രീതിയിൽ കളിക്കുന്നില്ല. കുറച്ച് ദിവസം ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പ്രാക്ടീസ് നടത്തേണ്ടതായിട്ട് വരുമെന്ന് പറയുമ്പോൾ ടീച്ചർ അതിന് പെർമിഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ പിള്ളേരെല്ലാവരും കൂടെ തകർത്ത് പ്രാക്ടീസ് സെക്ഷനിലായിരുന്നു. ഈ ഹെഡെന്ന് പറയുന്ന അവരാണെങ്കിൽ കുറച്ചധികം ദേഷ്യക്കാരിയാണല്ലോ. എല്ലാവരും അവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ഹെഡായിരിക്കുന്ന ഈ പെൺകുട്ടിയാണെങ്കിൽ ഒന്നും കളിക്കത്തുണ്ടായിരുന്നില്ല. അവൾക്കും നല്ല രീതിയിൽ വഴക്ക് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള പെൺകുട്ടികൾ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ആരും ഒന്നും കളിക്കുന്നില്ലായിരുന്നെങ്കിലും നമ്മുടെ എങ്ങാണെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് കളിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹെഡ് പറയുന്നുണ്ട്, എപ്പോഴും ചിരിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ കളിക്കാനുമായിട്ട് ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ട്. അത് ഹീറോയിനെ ഉദ്ദേശിച്ച് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ചധികം മണിക്കൂറിൻ്റെ പ്രാക്ടീസിന് ശേഷം അവൾ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഒത്തിരി ലേറ്റായിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നത്. ഈ വരുന്ന വഴിക്ക് അവളൊരു മെഡിക്കൽ ഷോപ്പിൽ കയറുന്നുണ്ട്. ഇന്നത്തെ ഡിപ്രഷൻ ടാബ്ലറ്റ് തന്നെ, ഇതില്ലാതെ ഇന്നത്തെ രാത്രി തള്ളി നിൽക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു പിള്ളേർക്ക് മിഠായി എടുത്ത് കൊടുക്കുന്ന രൂപത്തിൽ അയാൾ ഒരു ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ ഇന്ന് ഈ ഡോസ് കുറഞ്ഞ കേട്ടോ. അതെന്താ അങ്ങനെ? അതെ, ഡെയിലി ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല, അതുകൊണ്ടാണ് ഞാനിത് തരുന്നത്. ഇത് കഴിക്കുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഡിപ്രഷൻ എവിടെ കൂടെ പോകുന്നതെന്നറിയോ? അത് മാത്രമല്ല, ഒരു 20 വർഷം പുറകിലേക്ക് പോകാനായിട്ട് എന്തേലും വഴിയുണ്ടോ, അതിന് വേണ്ടിയിട്ടുള്ള എന്തേലും മരുന്നുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല. എന്തിനാ നീ 20 വർഷം പിന്നിലേക്ക് പോകുന്നത്? ഇപ്പോഴുള്ള ഈ സമയം നല്ല രീതിയിലാക്കാനായിട്ട് നോക്കിയാൽ പോരെ? ഓ, അധികം അങ്ങോട്ട് സാഹിത്യമൊന്നും പറഞ്ഞ് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. എങ്കിൽ ഞാനെന്നാൽ പൊക്കോട്ടേന്ന് ചോദിക്കുമ്പോൾ, എന്തിനാ ഇത്ര തിടുക്കം? നീ കുറച്ച് സമയം ഇവിടെ ഇരുന്നേ. ഇവിടെയാണെങ്കിൽ കസ്റ്റമേഴ്സ് ഒന്നും അധികം ആരുമില്ല, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. ഷോപ്പ് അടയ്ക്കുമ്പോഴത്തേക്കും നിനക്കും വീട്ടിലേക്ക് പോകാലെന്ന് ചോദിക്കുമ്പോൾ, അതിനുള്ള സമയം എന്തായാലും എനിക്കില്ല, എനിക്കൊന്ന് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് എത്തുന്നതിന് കുറച്ച് മുന്നേ നോക്കുമ്പോൾ ഇവള് വരുന്നതിൻ്റെ ആ ഫ്രണ്ട് ഡോറിൽ തന്നെ ആരോ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവൾ ഒളിച്ചു നിന്ന് നോക്കുന്ന സമയത്ത് അത് ഹൗസ് ഓണർ ആയിരുന്നു. പക്ഷെ പാവം കുറേ നേരം അവൾ അവിടെ തന്നെ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കാണാത്തത് കൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയിൻ ഇറങ്ങി വരുന്ന സമയത്ത് ഇയാൾ നോക്കി നിന്നിട്ട് ഹീറോയിനോട് കാര്യം പറയുന്നുണ്ട്. മോളെ, എനിക്കറിയാം നിനക്ക് ബന്ധുക്കളോ അച്ഛനോ അമ്മയോ ആരും തന്നെ ഇല്ല എന്നുള്ളത്. പക്ഷേ മോൾ എൻ്റെ അവസ്ഥ കൂടെ മനസ്സിലാക്കണ്ടേ? എനിക്ക് ആകെയുള്ളൊരു വരുമാനമോ ഈ വീടെന്ന് പറയുന്നത്. ഇവിടെ നീ വാടക തരാതെ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല. എൻ്റെ അവസ്ഥ അതായതുകൊണ്ടാണ്. അതുകൊണ്ട് മോള് പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി തരണമെന്ന് പറയുമ്പോൾ, എനിക്കറിയാം, പക്ഷേ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ
മോളെ ഇത് പെട്ടെന്നൊന്നുമല്ല, കുറച്ചധികം നാളുകൊണ്ട് ഞാനിത് നിന്നോട് പറയുന്നതാണല്ലോ, ഇനിയെങ്കിലും നീ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ സ്കൂളിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. അതൊരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു. അവിടെ ഈ എക്സ്പയർഡ് ആവുന്ന കുറച്ച് ഫുഡുണ്ടല്ലോ, അതായത് ആ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പയർഡ് ആവുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ കുറച്ച് മണിക്കൂറുകളാകുമ്പോഴത്തേക്കും അധികമൊന്നും ആരും മേടിക്കാനായിട്ട് വരത്തില്ലല്ലോ. ആ സമയത്ത് ഈ ഫുഡെല്ലാം നമ്മുടെ ഹീറോയിനും കൂടെ കഴിക്കുമായിരുന്നു. ഇവർ രണ്ടാളും കൂടെ ചേർത്ത് ആ ഷോപ്പിൽ നിൽക്കുന്നത്. അതായിരുന്നു ഇവരുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത്. അതാകുമ്പോൾ ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാമല്ലോ. പിന്നെ ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നത് പബ്ലിക്കായിട്ട് വാഷ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻസ് ഉണ്ടല്ലോ, അവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡ്രസ്സെല്ലാം വാഷിംഗ് മെഷീനിൽ ഇട്ടതിന് ശേഷം കുറച്ചധികം സമയം അത് കഴുകാനും ഉണങ്ങാനും സമയം എടുക്കുമല്ലോ. ആ ടൈമിൽ ഇവൾ അവിടെ നിന്ന് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത് ഇവളുടെ ആ ടീച്ചർ കാണുന്നുണ്ടായിരുന്നു. ഇവളെന്തിനാ ഇവിടെ നിന്ന് ഈ സമയം ഡാൻസ് കളിക്കുന്നത്? ബാക്കി എല്ലാവർക്കും പ്രാക്ടീസിനായിട്ട് വരാൻ പറഞ്ഞാലേ മടിയാ. എന്തായാലും ഇവളെ സമ്മതിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവരും അത് വലുതായിട്ട് കാര്യമാക്കുന്നില്ല. അവരങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ എല്ലാവരും ഡാൻസ് പ്രാക്ടീസിന് വരുന്നുണ്ട്. അങ്ങനെ ഒരാഴ്ച പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് ഈ ബുള്ളി ചെയ്യുന്ന ടീമുണ്ടല്ലോ, അവർ മൂന്നാളും കൂടെ കുറേ സമയം തന്നെ ആ ഡാൻസ് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഡാൻസ് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു ഹൊറർ കഥയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാര്യം പറഞ്ഞ് കഥ ഇങ്ങനെ വളരെ നീണ്ടു പോകുന്നുണ്ടായിരുന്നു. ഈ പറയുന്നതിനോടൊപ്പം തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കറണ്ട് പോകുന്നുണ്ടായിരുന്നു. പ്രേതക്കഥ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും പേടിക്കുന്നുമുണ്ട്, ആകെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. കുറച്ചധികം സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ കറണ്ടും വരുന്നുണ്ടായിരുന്നു. ഉടനെ ഈ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, മതിയടി, ഇനി എനിക്ക് കേൾക്കാനുള്ള അവസ്ഥയില്ല, വാ നമുക്ക് വീട്ടിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഇവർ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ഡോറിൻ്റെ ഇടയിലൂടെ ഒരു കണ്ണ് ഇവർ കാണുന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. പാവം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കുറേ നേരം കൊണ്ട് ഇവരെല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡാൻസ് സ്റ്റുഡിയോയിൽ നിന്ന് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. രാത്രിയും ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴായിരുന്നു ടീച്ചർ ഏതോ ഒരു ബാഗ് ഉള്ളിൽ വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതെടുക്കാനായിട്ട് തിരികെ കയറി വരുന്ന സമയത്ത് എന്തോ ഒരു സൗണ്ട് ഡാൻസ് സ്റ്റുഡിയോയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവർ നേരെ അകത്തേക്ക് പോയി നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇരുന്ന് നൂഡിൽസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. യങ്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? എന്താ നീ വീട്ടിലേക്ക് പോയില്ലേ? മിസ്, അത് ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിനക്ക് അറിയത്തില്ലേ? എല്ലാവരും വീട്ടിലേക്ക് പോയല്ലോ, പിന്നെ നീ എന്തിനാ ഇവിടെ തന്നെ ഇരിക്കുന്നത്? നോക്കുമ്പോൾ അവളുടെ അടുത്ത് ബാഗൊക്കെ ഇരിക്കുന്നവർ കാണുന്നുണ്ട്. ബാഗൊക്കെ നീ ഇവിടെയാണോ താമസിക്കുന്നത്? അതെ മിസ്. എത്ര നാളായി? ഒരാഴ്ചയായിട്ട് നീ ഇതിനുള്ളിലാണോ താമസിക്കുന്നത്? നീ ഇതെന്താ കൊച്ചേ പറയുന്നത്? അത് മിസ്, എനിക്ക് പോകാനായിട്ട് വേറെ സ്ഥലമൊന്നുമില്ല. അവിടെ നിന്ന് ഹൗസ് ഓണർ ഇറങ്ങാനായിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് താമസിക്കാൻ വേറെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. സോറി മിസ്, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് നിനക്ക് ഞാൻ പറയുന്നത് തന്നെ അറിയാലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. മിസ്, എനിക്ക് ആരുമില്ല, അതുകൊണ്ട് എനിക്ക് പറ്റിപ്പോയതാന്ന് പറയുമ്പോൾ ഇവളുടെ റെക്കോർഡ്സ് എല്ലാം ഇവരുടെ നോക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ അവളുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അന്ന് അവളുടെ അമ്മ മരിക്കുന്ന ആ സമയത്ത് ഇവളൊരു ഡാൻസ് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അതിന് തൊട്ട് മുന്നേ അവളുടെ അമ്മ മരിച്ചു പോയെന്നുള്ള കാര്യം അവൾ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ പാവം ആ വിഷമം ഉള്ളിലൊതുക്കി അവൾ നല്ല രീതിയിൽ തന്നെ ആ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു അവളൊന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ മിസ് ആലോചിക്കുമ്പോൾ അവർക്കും ചെറിയൊരു സങ്കടം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നീ വാ ബാഗൊക്കെ എടുക്കാനായിട്ട് പറയുമ്പോൾ അവൾ ഒരു ബാഗ് എടുക്കുന്നു, 2 ബാഗ് എടുക്കുന്നു. അങ്ങനെ അവിടെയായിട്ട് ഇടയ്ക്ക് വെച്ചിരിക്കുന്ന ഒത്തിരി ബാഗ് അവൾ എടുക്കുന്നുണ്ടായിരുന്നു. അതുമായിട്ട് നേരെ ഇവരുടെ കാറിലേക്ക് കയറാനായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് അവൾക്ക് ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. അയ്യോ, ഇവരെന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതിൻ്റെ ദൈവമേ, എനിക്ക് പേടിയാണെന്നുള്ള പറഞ്ഞിട്ട് ഓൾറെഡി നമ്മുടെ എങ്ങനെ ഇവർക്ക് ഒരുപാട് പേടിയായിരുന്നു കേട്ടോ ഇവരെ. നിനക്ക് പോകാനായിട്ട് ബന്ധുക്കൾ ആരുമില്ലേ? മിസ്, അതൊക്കെ എന്തിനാ പറയുന്നത്? അവർക്ക് ഒരുപാട് ദൂരെയെന്നല്ല, ആരും ഇല്ലയെന്ന് തന്നെ പറയാം. അവർ ഞങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പെട്ടെന്നൊരു ദിവസം അവരുടെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാണ് കയറിച്ചില്ല, അതുകൊണ്ട് എനിക്ക് പോകാൻ ആരുമില്ല. നിനക്ക് പോകാനായിട്ട് ഫ്രണ്ട്സ് ആരുമില്ലേ? അതൊരു ഫ്രണ്ട് ഉണ്ട്, പക്ഷേ അവനൊരു ആൺകുട്ടിയാണ്. അവൻ്റെ വീട്ടിലേക്കൊക്കെ ഞാൻ എങ്ങനെയാണ് പോയി ചെന്ന് നിൽക്കുക? അവൻ്റെ പാരൻസിനും അവനുമൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും. ശരി, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ നേരെ അവളെയും കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. മിസ്, ഇത് ആരുടെ വീടാ? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, വരാനായിട്ട് പറയുമ്പോൾ ഇവൾ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ മിസ്സിൻ്റെ വീടായിരിക്കുമോ? അയ്യോ എൻ്റെ ദൈവമേ, എന്നെ ഇവിടെ ആയിരിക്കും നിർത്താനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നു പറഞ്ഞ് ഇവളാകെ പേടിച്ചിട്ട് പോകുമ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് ഫ്രണ്ട് ഡോറിൻ്റെ പാസ്വേഡൊക്കെ അടിച്ച് കയറിയിട്ട് ഇവരകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു. മാഡം, നിങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഈ പാസ്വേഡൊക്കെ അടിച്ചത്? നീ ഇത് ഓർത്ത് വെച്ചോ, ഇതുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അതിന്
അകത്തേക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ പറഞ്ഞ് നേരെ ഇവളെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആ വീടൊരു കൊട്ടാരമായിരുന്നു. ഇവള് വായും പൊളിച്ചു നിന്ന് അത് മുഴുവൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അതെ, ഇവിടെ കുറച്ച് രീതികളൊക്കെ ഉണ്ട്, അതൊക്കെ അനുസരിച്ച് വേണം ഇവിടെ നിൽക്കാനായിട്ടെന്ന് പറയുമ്പോൾ ഇവളതൊന്നും ശ്രദ്ധിക്കാതെ ആ വീട് തന്നെ കണ്ടുകൊണ്ടിങ്ങനെ വരുന്നുണ്ടായിരുന്നു. മാത്രമല്ല ആ വീട്ടിലേക്ക് കയറിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇവൾക്കുണ്ടായിരുന്നു. ഇവള് നോർമലി വിളവിളാന്ന് സംസാരിക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അവിടേക്ക് കയറുമ്പോൾ മിസ് ഇത് എന്തൊരു വലിയ വീടാ, ഇത് നിങ്ങളുടെ സ്വന്തം വീട് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് 1000 ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അതെ, ഒന്ന് മിണ്ടാതെ വന്നേ. അങ്ങനെ ഇവളെയും കൂട്ടിയിട്ട് നേരെ പോകുന്നത് ഒരു ഡാൻസ് സ്റ്റുഡിയോയിലേക്കായിരുന്നു. മിസ്, ഈ വീടിനുള്ളിൽ നിങ്ങളൊരു സ്റ്റുഡിയോ വെച്ചേക്കുവാണോ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എൻ്റെ അമ്മ ഇത് എന്തൊരു ഭംഗിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ പിന്നെയും സംസാരിക്കുമ്പോൾ, ഞാനൊരു കാര്യം പറയാം. ഇവിടെ താമസിക്കുന്ന സമയത്ത് ഇവിടെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ അനുസരിച്ച് വേണം ഇവിടെ നിൽക്കാനായിട്ട്. അനാവശ്യ ചോദ്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് പാടില്ല. ഓക്കെ മിസ്, അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ അനാവശ്യ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടെന്ന്. അല്ല മിസ്, രാവിലെ ആണെങ്കിൽ എവിടെയാ ബാത്റൂം? അതൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ, അതാ ഞാൻ ചോദിച്ചെന്ന് പറയുമ്പോൾ ബാത്റൂം കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നേരോടി അവിടേക്ക് കയറിയിട്ട്, അയ്യോ മിസ്സിന് ദേഷ്യമായി കാണുമെന്തോ, ഞാൻ എന്തൊക്കെയോ വന്ന് കയറിയ ഒരു എക്സൈറ്റ്മെൻറ്റ് പിളവളാന്ന് സംസാരിച്ചു പോയി. എന്തായിരിക്കും മിസ് ഇപ്പം എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, കൊണ്ടുവന്ന് പോയല്ലോ എന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവളാകെ ടെൻഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം അന്ന് രാത്രി തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എന്തെങ്കിലും കഴിക്കണമല്ലോ, നല്ല വിശപ്പുണ്ടായിരുന്നു. മാത്രമല്ല കുറച്ചധികം സമയം ഇന്ന് പ്രാക്ടീസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ കഴിക്കാൻ പാകത്തിനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടേക്ക് മിസ് വരുന്ന സമയത്ത്, മിസ് ഇന്ന് പ്രാക്ടീസൊക്കെ ഉള്ളതല്ലേ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, കഴിക്കാനായിട്ട് ഒന്നുമില്ലേ? പ്രാക്ടീസ് ഉണ്ടായിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നല്ല രീതിയിൽ ഫുഡ് കഴിച്ചാലല്ലേ കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നീ ജ്യൂസ് എടുത്ത് കുടിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ ജ്യൂസ് കാണുമ്പോൾ തന്നെ ഇവൾക്ക് കുടിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവർ ഇവൾക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ എന്തോ ഒരു നല്ല ജ്യൂസ് കുടിക്കുന്ന രീതിയിൽ കുടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിൻ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുടിക്കുമ്പോൾ തന്നെ അവളെല്ലാം അങ്ങ് വൊമിറ്റ് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു. അയ്യോ മിസ്, നിങ്ങളിത് എങ്ങനെയാണ് കഴിക്കുന്നത്? അയ്യോ ഇതെന്തൊരു കയ്പാന്ന് പറയുമ്പോൾ, ഇതൊക്കെ കഴിച്ചാലേ കുറച്ച് ആരോഗ്യത്തോടു കൂടെ നടക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നീ കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, പെട്ടെന്ന് വഴി തുണി എടുത്തിട്ട് വന്നാൽ ക്ലീൻ ചെയ്യാനായിട്ട് പറയുമ്പോൾ, ഞാനിപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ എല്ലാം ക്ലീൻ ചെയ്തിടുന്നുണ്ടായിരുന്നു. പാവം, ഡാൻസ് പ്രാക്ടീസ് വല്ല വിധേനയും കഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എക്സ്പയർഡ് ആവുന്നൊരു ഫുഡ് ഉണ്ടായിരുന്നു. അത് കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ നേരെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അതാണെങ്കിൽ ഇവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോൺസ് കൊണ്ടുള്ള ഒരു ഫുഡായിരുന്നു കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ആ ഫുഡ് ഇവൾക്ക് കഴിക്കാം. അതും നോക്കി കുതിവിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, ആര് വന്നത് മേടിക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്നാൽ ഫുഡ് എടുക്കുന്നുണ്ടായിരുന്നു. അയ്യോ സാർ, ഇത് 5 മിനിറ്റ് കഴിഞ്ഞാൽ എക്സ്പയർഡ് ആവും, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ കാശോട്ട് അത് മേടിക്കുന്നുണ്ടായിരുന്നു. അവളാകെ പെട്ടുപോയ അവസ്ഥയിലിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ചും കിട്ടാത്തത് കൊണ്ട് ആകെ സങ്കടം വന്ന് അതിലപ്പുറം നല്ല വിശപ്പോട് കൂടി ഇരിക്കുന്ന സമയത്ത് ഹീറോ പിന്നെ ആ ഫുഡ് തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഫുഡ് ഇത് ഞാൻ മേടിച്ചതാ, കാശും കൊടുത്തിട്ടുണ്ട്, തൽക്കാലം ഇത് കഴിക്കാനായിട്ട് പറയുമ്പോൾ, നിനക്ക് വേണ്ടേ? എനിക്ക് ഇപ്പം വേണ്ട, നീ അത് കഴിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ഷോപ്പിലേക്ക് ഇതേ സെയിം ഫുഡുകൾ കുറേ പാക്കറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. ഇതാരാണ് ഓർഡർ ചെയ്തിരിക്കുന്നുള്ളത് ഹീറോയിന് അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് ഹീറോ വന്നിട്ട്, ഇതെല്ലാം ഞാൻ മേടിച്ച് തന്നെയാണ്, ഇതെല്ലാം നിനക്കുള്ളതും കൂടിയാണെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിന് അത് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇന്നേ ദിവസം ഈ ഫുഡിന് വേണ്ടിയിട്ട് അവൾ അത്രയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അവൻ ഇങ്ങനെ ഫുഡ് അവൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവളാണെങ്കിൽ അത് മതിവരോളം കഴിച്ചിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് വീട്ടിലേക്ക് കൊണ്ടുപോകാനും വെച്ചിട്ട് ബാക്കിയുള്ള പാക്കറ്റ്സ് എടുത്ത് നേരെ മെഡിക്കൽ ഷോപ്പിലേക്ക് വരുന്നിട്ട് പറയുന്നുണ്ട്, ഈ ഫുഡെല്ലാം നിനക്കുള്ളതാ, ഇതെടുത്തിട്ട് ഇതിൻ്റെ പൈസയ്ക്ക് എനിക്ക് കുറച്ച് ഡിപ്രഷൻ ടാബ്ലറ്റ്സ് തന്നേന്ന് ചോദിക്കുമ്പോൾ, ഇത്രയും ദിവസം എവിടെയായിരുന്നു? കുറച്ച് ദിവസം കൊണ്ട് നിന്നെ കാണാനില്ലായിരുന്നല്ലോ. അതോ, ഞാൻ കുറച്ച് ബിസിയായിപ്പോയി. എന്ത് ബിസി? ഞാനിപ്പോൾ ഇവിടെയല്ല താമസം, വേറെ എവിടെയാ? ഒരു പ്രശ്നക്കാരിയുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. പ്രശ്നക്കാരിയോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതൊരു വലിയ പ്രശ്നക്കാരിയാ. ഇപ്പം ഞാൻ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ കുറച്ച് ദിവസമായിട്ട് കാണാത്തത്. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് വന്നു പോകണം കേട്ടോ. നിന്നെ കാണാതിരിക്കുമ്പോൾ എനിക്കെന്തോ ഒരു വിഷമം പോലെ. പിന്നെ എത്ര പ്രശ്നക്കാരുടെ കൂടിയാണ് താമസമെന്നെങ്കിലും നീ ഒരു സ്വീറ്റ് ഹാർട്ടായിട്ടുള്ളൊരു പെൺകുട്ടിയാണല്ലോ, അതുകൊണ്ട് അവരെയൊക്കെ നീ മിരുക്കിയെടുത്തോളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പറയാൻ നല്ല രസമാണ്, പക്ഷെ അനുഭവിക്കുന്നത് ഞാനല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ തിരികെ പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഈ ഹീറോയിൻ്റെ ആ മിസ്സില്ല ഡാൻസ് പഠിപ്പിക്കുന്നത്, അവരാണെങ്കിൽ സ്കൂളിലെ പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഉടനെ തന്നെ ആ ഫെസ്റ്റിവൽ വരുന്നുണ്ട്, അതിന് നല്ല രീതിയിൽ ഡാൻസ് പെർഫോം ചെയ്യണം. പക്ഷേ മിക്ക കുട്ടികളും അത്ര നല്ല രീതിയിൽ കളിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു സ്ക്രീനിങ് നടത്തി നോക്കാം. അതിൽ നന്നായിട്ട് കളിക്കാത്ത കുട്ടികളെ നമുക്ക് പുറത്താക്കാമെന്ന് പറയുമ്പോൾ ഇവർക്കത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സങ്കടം വരുന്നുണ്ടായിരുന്നു. കാരണം അവസാന നിമിഷത്തിൽ മാറ്റിക്കഴിഞ്ഞാൽ ഏത് കുട്ടികൾക്കായിരുന്നാലും സങ്കടം വരത്തില്ലേ. എന്നിരുന്നാലും ഈ മിസ് ഇങ്ങനെ പറയുന്നത് കാരണം അവർ ഓക്കെ പറയുന്നുണ്ട്.
ഇതറിഞ്ഞ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നുണ്ടായിരുന്നു. ദൈവമേ, എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഞാൻ മാത്രമാണ് ഇതിൽ പന്നയായിട്ട് കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ ഉള്ളിലും ഇതേ സെയിം ചിന്താഗതിയായിരുന്നു. അതുകൊണ്ട് തന്നെ മിസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തകർത്ത് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് പ്രാക്ടീസ് സെക്ഷനിൽ. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ ഒരു കുലുക്കവും ഇല്ലായിരുന്നു. അവൾ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ ശേഷം നല്ല കൂളായിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു ചിരിച്ചുകൊണ്ട്. അന്നേരം മിസ് വീട്ടിലേക്ക് പോകാനായിട്ട് കാർ എടുക്കുന്നവൾ കാണുന്നുണ്ട്. ഓടിപ്പോകുന്ന സമയത്ത് നിന്നെ നോക്കി നിന്നൊന്നുമല്ല, നിന്നെ കണ്ടപ്പോഴത്തേക്കും കേട്ടാന്ന് വിചാരിച്ചതാ. പിന്നെ ഒരു കാര്യം, നിന്നെ ഞാൻ വീട് വരെ കൊണ്ടുവിടത്തില്ല കേട്ടോ, എനിക്ക് വേറൊരു സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകേണ്ടതായിട്ടുണ്ട്, ബസ് സ്റ്റോപ്പ് വരെ ആക്കാമെന്ന് പറയുമ്പോൾ ഓ അത് സാരമില്ല, എനിക്ക് എവിടെയായിരുന്നാലും കുഴപ്പമില്ല, ഞാൻ വീട്ടിലേക്ക് പൊക്കോളാന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടുന്ന സമയത്ത് അതെ ഞാനൊരു കാര്യം പറയട്ടെ, നേരത്തെ വീട്ടിലേക്ക് വരണം കേട്ടോ, അധികം ഒന്നും താമസിക്കേണ്ട, ഒത്തിരി ലേറ്റായ ഉറങ്ങാനും വൈകിപ്പോവും, അത് പിന്നെ ആരോഗ്യത്തെ ബാധിക്കുമെന്നും കൂടെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവർക്കിത് കേൾക്കുമ്പോൾ ശരിക്കും ചിരിയായിരുന്നു വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ നേരെ പോകുന്നത് ഏതോ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ നമ്മുടെ ആ ഹീറോയിനെ എപ്പോഴും ബുള്ളി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലെ ഹെഡായിരിക്കുന്ന പെൺകുട്ടിയിലെ അവളുടെ അമ്മയും ഉണ്ടായിരുന്നു. ഇവർ ശരിക്കും ഈ മിസ്സിൻ്റെ അടുത്ത സുഹൃത്തുക്കളൊന്നുമല്ല, ചെറിയൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ഇടയിൽ ഇരിക്കുമ്പോഴത്തേക്കും ഈ മിസ്സിന് വാഷ്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ആ മിസ്സിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടായിരുന്നു. ഇവൾ അത്ര നല്ല ഡാൻസുകാരിയൊന്നുമല്ല, വെറുതെ എങ്ങനെയോ ഒരു ചെറിയ ജോലി കിട്ടി, പക്ഷെ ആ പിള്ളേരെ എല്ലാവരെയും ഇവൾ എന്തുമാത്രം അന്നറിയോ കഷ്ടപ്പെടുത്തുന്നത്, മഹദുഷ്ടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇതവർ ചെറിയ രീതിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം പിന്നെ അവിടെ ഇരിക്കാതെ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വിഭവ സമൃദ്ധമായിട്ട് ഫുഡ് ഉണ്ടാക്കി വെച്ച് നമ്മുടെ മിസ്സിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർക്കിത് കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിനക്ക് വേണമെങ്കിൽ നീ ഉണ്ടാക്കി കഴിച്ചാൽ പോരായിരുന്നോ, ഇതൊക്കെ ആർക്ക് വേണ്ടി ഉണ്ടാക്കി ചോദിക്കുമ്പോൾ അയ്യോ ഇത് മിസ്സിന് വേണ്ടെന്ന് പറയണ്ടായിരുന്നു, എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല, ഞാൻ വന്നപ്പോഴേ പറഞ്ഞതാ ഈ കാര്യത്തിലൊന്നും ഇടപെടാന്ന് പറഞ്ഞിട്ട് അവളുണ്ടായിരുന്ന ഒരു ഗ്ലാസ്സിൽ വെള്ളം തട്ടിത്തെറിപ്പിച്ച് കളയുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഹീറോയിൻ ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. നീ എന്തിനു വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അത് ഇന്നേ ദിവസം മിസ്സിൻ്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ഞാനൊരു സർപ്രൈസ് തന്നതാ. എൻ്റെ ബർത്ത്ഡേ ആണെന്ന് നീ എങ്ങനെ അറിഞ്ഞത്? അത് അവിടെ മിസ്സിൻ്റെ ID കാർഡിൽ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടായിരുന്നു, അങ്ങനെയാ. അപ്പോൾ പിന്നെ മിസ്സിന് ഞാനൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും ഇഷ്ടമല്ല, എന്നാലും നീ ഇത്രയും എനിക്ക് വേണ്ടി ചെയ്തത് കൊണ്ട് മാത്രം ഞാൻ ഈ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ കൂടെ കഴിക്കാനായിട്ടിരിക്കുന്നുണ്ട്. കുറേ നേരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ബിളബിളാന്ന് സംസാരിക്കുന്നുണ്ട്. മിസ് നിങ്ങൾക്ക് ഈ ഫുഡ് ഇഷ്ടമായോ, നിങ്ങളുടെ ബർത്ത്ഡേ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, എങ്ങനെയുണ്ട് ഇന്നത്തെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ, കുറച്ച് സമയം പോലും നീ വാടച്ചിരിക്കത്തില്ലെന്ന് ചോദിക്കുമ്പോൾ മിസ് ഞാനിപ്പോൾ കുറേ ലിമിറ്റ് ചെയ്താൽ സംസാരിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. നീ ഫുഡ് കഴിച്ചല്ലോ, എങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും, ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഇന്ന് ദിവസമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കമ്പനി തരട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ പിന്നെയും കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ഈ മിസ് ഒരു നോട്ടം നോക്കുന്നുണ്ടായിരുന്നു. ആ ശരി 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 ഞാൻ പോവാ, നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോയി കൂടെ ഉറങ്ങിക്കോണേ ഏട്ടാ, പിന്നെ ഗുഡ് നൈറ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഓടി പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയിൻ പെട്ടിയും പാണ്ടക്കെട്ടുകളൊക്കെ എടുത്ത് വീടിന് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മിസ് 3 ദിവസത്തേക്കായിരുന്നു ഹീറോയിനും കുട്ടി ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. 3 ദിവസം കഴിയുമ്പോൾ നിനക്ക് വേറൊരു സ്റ്റേ ശരിയാക്കാം, അങ്ങോട്ടേക്ക് മാറാനും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ഹീറോയിൻ്റെ പെരുമാറ്റം ഇവർക്ക് ചെറിയ രീതിയിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും നാൾ ഈ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ താമസിച്ചിട്ടുണ്ടായിരുന്നത്, അതിൽ നിന്നൊന്ന് മാറിയപ്പോഴത്തേക്കും അവർക്കെന്തോ ഇവളെ പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടിയിട്ട് നോക്കാമെന്ന് പറഞ്ഞാൽ വീടൊന്നും ശരിയായില്ല എന്നും അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കാനായിട്ടും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ എന്തോ ഗാർഡിയൻ ആകാനുള്ളൊരു ശ്രമത്തിലാണ്. അതിൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളും അങ്ങോട്ടാണ് നടക്കുന്നത്. അത് നമ്മുടെ ഹീറോയിനും അറിയത്തില്ല കേട്ടോ. അതിനുശേഷം പിന്നെയും ഇവിടെ സ്ക്രീനിങ് നടക്കുന്നുണ്ടായിരുന്നു. ഇന്നേ ദിവസമാണ് നല്ല രീതിയിൽ കളിക്കാത്ത കുട്ടികളെല്ലാവരും ഇവിടെ നിന്ന് പുറത്താക്കുന്നത്. എല്ലാവരും തകർത്ത് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പതിവിലും മോശമായിട്ടായിരുന്നു എല്ലാ കുട്ടികളും കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, അവളാണെങ്കിൽ ഒന്നും ആലോചിക്കാതെ എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അവളുടെ ആ ചിരി കാണുമ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒരു സന്തോഷം തോന്നും. അവളൊഴിച്ച് ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് വളരെ മോശമായിരുന്നു. ഈ ഗുള്ളി ഗാങ്ങിലെ ആ ഹെഡായിരിക്കുന്ന പെൺകുട്ടിയെ ഈ മിസ് ഒരുപാട് വഴക്കും പറയുന്നുണ്ടായിരുന്നു. അവൾക്കിത് കേൾക്കുമ്പോൾ ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ കബോർഡിൽ എന്തോ ബാഗോ ഡ്രസ്സോ എന്തോ എടുക്കാനായിട്ട് കബോർഡ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അവളും അവളുടെ അമ്മയായിട്ട് എടുത്ത ഒരു ഫോട്ടോ അവൾ എപ്പോഴും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഫോട്ടോ ആരോ കീറിയിട്ടേക്കെന്നാണ് കാണുന്നത്. അവൾ ശരിക്കും പറഞ്ഞാൽ അവൾക്കെതിരെ വരുന്ന ഒരു പ്രശ്നങ്ങൾക്കും ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കാഴ്ച കാണുമ്പോൾ അവൾക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അങ്ങനെ ആ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, എനിക്ക് അമ്മയില്ല, അച്ഛനില്ല, കാശില്ല, എന്നെ വെച്ചിട്ട് എന്നെ എന്തിനാ എല്ലാവരും ഇങ്ങനെ വെറുക്കുന്നെന്ന് പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അയാളാണെങ്കിൽ നേരെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് അതിന് നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, നിന്നെ ആരാ വെറുത്തത്, ആരാ നിന്നെ സ്നേഹിക്കാതെ പറഞ്ഞ് ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്, അവർക്ക് എന്നെ ഇഷ്ടമല്ല,
എപ്പോഴും എൻ്റെ പുറകെ നടന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതെന്തിനാ? എനിക്ക് അമ്മയും അച്ഛനും ഇല്ല, കാശില്ലാത്തത് എൻ്റെ തെറ്റാണോ? ഞാൻ എന്ത് ചെയ്തിട്ടാ അവരെല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അവർക്ക് നിന്നോട് അസൂയേ ഉള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞു തരാം. നീ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ ഏറ്റവും നന്നായിട്ട് ചിരിച്ചുകൊണ്ട് കളിക്കുന്ന കുട്ടി നീയാണ്. അത് ഒന്നാമത് അസൂയ തോന്നാനുള്ള കാരണം. 2, നീ ഒത്തിരി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും നീ എപ്പോഴും ഇങ്ങനെ മെലിഞ്ഞിട്ട് നല്ല ക്യൂട്ട് ലുക്കിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ പോരെ ഒരു പെൺകുട്ടിക്ക് വേറൊരു പെൺകുട്ടിയുടെ അസൂയ തോന്നാനായിട്ട്? ആ അസൂയാണ് നിനക്കെതിരെ വരുന്ന ഓരോ പ്രശ്നങ്ങളും. അതുകൊണ്ട് നീ അതൊന്നും മൈൻഡാക്കേണ്ട കാര്യമില്ല. അതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്കെന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് ചെറിയൊരു സമാധാനമായത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. ഞാൻ ഇന്നലെ രാത്രി എൻ്റെ മിസ്സിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യം എന്ന് പറഞ്ഞിട്ട് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. തലേ ദിവസം നമ്മുടെ മിസ്സിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇവള് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരുന്ന സമയത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ഒരു കല്യാണമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ മിസ് ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു പ്രപ്പോസൽ വെക്കട്ടെ? എനിക്കറിയാവുന്ന ഒരു നല്ല മനുഷ്യനുണ്ട്. ആളിപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുവാണ്. ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവരൊന്നും ദേഷ്യത്തോട് നോക്കുന്നുണ്ടായിരുന്നു. അതോടെ നമ്മുടെ ഹീറോയിൻ എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. ആ കാര്യം കേൾക്കുമ്പോൾ ഇവനും ചിരി വരുന്നുണ്ടായിരുന്നു. അതെ, ആ ഡിപ്രഷൻ ടാബ്ലറ്റ് എവിടെ? ഞാൻ ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായെന്ന് പറയുമ്പോൾ മോളെ അതൊന്നും നീ അധികം കഴിക്കാനായിട്ട് പാടില്ല. നിനക്ക് ഞാൻ വേറൊരു സാധനം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോഴത്തേക്കും അവൾക്ക് പോയ സങ്കടമെല്ലാം തിരികെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് എനിക്കിത് തന്നത്? ഇതല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് തരാനായിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇതിനെന്ത് പറ്റി? അത് അവളുടെ അമ്മ എപ്പോൾ പുറത്ത് പോയിട്ട് വന്നാലും അവൾക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു മിഠായി ആയിരുന്നു. അത് കാണുമ്പോൾ അവളുടെ മരിച്ചുപോയ അവളുടെ അമ്മയുടെ ഓർമ്മയെല്ലാം അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതുകൂടെ കാണുമ്പോൾ അവൾക്ക് ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇതേ സമയം മിസ് വീട്ടിലേക്ക് വരുമ്പോൾ ഹീറോയിൻ ഇതുവരെയും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറേ സമയം കഴിയുമ്പോഴത്തേക്കും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മിസ്സിനെ ഒരു കോൾ വരുന്നുണ്ട്. അവൾ ഇതുപോലെ ഷോപ്പിലുണ്ടെന്നും നിങ്ങൾക്ക് വന്ന് കൂട്ടിക്കൊണ്ട് പോകാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിസ് നേരെ ഈ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് ഹീറോയിൻ കരഞ്ഞ് അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. അവരങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവൾ ഇന്ന് ഒരുപാട് സങ്കടത്തിലായിരുന്നു. അതാ പാപം ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയത്. സാരമില്ല, അവളുടെ കൂടെ നിങ്ങളെങ്കിലും എപ്പോഴും ഉള്ളത് നല്ല കാര്യം തന്നെയാണ്. എന്നെക്കുറിച്ച് മാത്രമല്ല നിങ്ങളെക്കുറിച്ചും അവൾക്ക് പറയാനായിട്ട് 100 നാവാണ്. ഇപ്പോൾ എപ്പോൾ ഇവിടെ വന്നിരുന്നാലും നിങ്ങളെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഈ മിസ്സിന് മനസ്സിലാകുന്നുണ്ട് തലേ ദിവസം പറഞ്ഞ ആ മെഡിക്കൽ ഷോപ്പിലുള്ള ചെക്കൻ ഇയാളെന്നുള്ള കാര്യം. അങ്ങനെ കുറേ നേരം സംസാരിച്ചതിന് ശേഷം നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് അവർ നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇൻട്രസ്റ്റോടു കൂടെ തന്നെയാണോ ഈ ഡാൻസിന് ചേർന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയല്ല. എൻ്റെ അമ്മയ്ക്ക് ഇതിൽ ചേരുന്ന ഒരുപാട് ആഗ്രഹമായിരുന്നു. പക്ഷേ അന്ന് കാശില്ലാത്തത് കാരണം ചേരാനായിട്ട് പറ്റിയില്ല. ആ ആഗ്രഹം എന്നിലൂടെ നടപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പിന്നെ വലുതാകുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടാന്നുള്ളത് വേണ്ടാന്ന് വെക്കാനും വേണമെന്നുള്ളത് സ്വീകരിക്കാനും കഴിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരം എല്ലാം കഴിഞ്ഞ ശേഷം അവർ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പിറ്റേ ദിവസം പതിവ് പോലെയുള്ള പ്രാക്ടീസും സ്ക്രീനിങ് സെക്ഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ആ ബുള്ളിങ് ഗ്യാങ്ങിലെ ലീഡർ നടുക്കായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്തത് കൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടേക്ക് നമ്മുടെ യങ്ങിനെ ചേർക്കുന്നുണ്ടായിരുന്നു. ഇത് ഈ പെൺകുട്ടിയെ ഒരുപാട് ദേഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ഹെഡായിരിക്കുന്ന പെൺകുട്ടികളോട് ചേർന്ന് നടക്കുന്ന 2 പെൺകുട്ടികളുണ്ടല്ലോ, അവളുമാർ നേരെ എങ്ങനെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോയിട്ട് ബർഗർ കഴിച്ചാലോ ഒന്ന്. എങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് തൊട്ടടുത്തുനിന്ന് മറ്റേ പെൺകുട്ടി കേൾക്കുന്നുണ്ടായിരുന്നു. അതെന്തിനാ നിങ്ങൾ പോയി അവളെ വിളിക്കുന്നത്? എപ്പോഴും എന്നെയല്ലേ വിളിക്കുന്നത്? അത് നിനക്ക് ബർഗർ ഇഷ്ടമല്ലല്ലോ. ആര് പറഞ്ഞു ബർഗർ ഇഷ്ടമല്ലാന്ന്? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ 4-5 ബർഗറല്ലേ കഴിക്കുന്നത്. നമ്മുടെ മുമ്പിൽ കഴിക്കും, എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് നീ വൊമിറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. ഇക്കാര്യം ഞങ്ങൾ അറിയാനായിട്ട് കുറച്ച് വൈകിപ്പോയി. അങ്ങനെയാണോ? പിന്നെ ഒരു കാര്യം, നിങ്ങളെന്തിനാ ഇവളെയും കൂട്ടിട്ട് പോകുന്നത്? ഇവളെ ഒരു ഓസിയാണ് ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവളെയും കൊണ്ട് പോയിട്ട് ഒരു കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും യങ്ങാണെങ്കിൽ നീ എപ്പോഴും എന്തിനാ എന്നെ ഇങ്ങനെ പറയുന്നത്? ഞാൻ അത്രയ്ക്ക് ദരിദ്രവാസിയൊന്നും അല്ലാന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ നീ ഒന്നും മിണ്ടാതിരിക്കുക, നിന്നോട് സംസാരിക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ലാന്ന് പറയണ്ടായിരുന്നു. ഉടനെ ആ പെൺകുട്ടികളാണെങ്കിൽ നീ എന്തിനാ അവളോട് ചീത്ത പറയുന്നത്? നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ പോരെ. ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഇവളെ വന്ന് വിളിച്ചത്. അതിന് നിനക്കെന്താ ഇത്ര പ്രശ്നം? അപ്പോൾ നിങ്ങളുടെ ആ ഗ്യാങ്ങിൽ എന്നെ മാറ്റിയിട്ട് ഇവളെ ചേർക്കാനുള്ള പരിപാടിയാണല്ലേ? ആണെങ്കിൽ അങ്ങനെ തന്നെയെന്ന് പറയുമ്പോഴത്തേക്കും ഈ പെങ്കൊച്ചാണെങ്കിൽ എങ്ങനെ ഇട്ടൊരു അടി കൊടുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ദേഷ്യം വന്നിട്ട് അവൾ തിരികെ ഇട്ടൊരു അടി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ട് അതൊരു വലിയ വഴക്ക് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അവസാനം ഈ പെൺകുട്ടിക്ക് ആകെ സഹി കെട്ടുന്നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അവളുടെ അമ്മ ഒരു വലിയ പൊസിഷനിലിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റെ അഹങ്കാരമെല്ലാം ഉണ്ടായിരുന്നു. അത് ആ ഫ്രണ്ട്സുകാരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. വീട്ടിൽ വന്നിരുന്ന് കരയുന്ന സമയത്ത് മോളെ നീ ഇതൊന്നും വിട്ട് കളഞ്ഞേക്കി, ഇതൊക്കെ ചെറിയ മാറ്ററാണ്, അമ്മയെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായിട്ട് എന്താണുള്ളത്? ഇതൊക്കെ ഞാൻ നൈസായിട്ട് സോൾവ് ചെയ്ത് തരാം.
പഴയ പൊസിഷൻ തന്നെ നിനക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്നും പറയുന്നുണ്ടായിരുന്നു. അമ്മേ, നിങ്ങൾ എന്തിനാണ് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അതെപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആഗ്രഹമാണ് ഞാൻ ഈ ഡാൻസിന് ചേരണമെന്നും അതും നടുക്ക് തന്നെ നിൽക്കണമെന്നുള്ളത്. പക്ഷെ അവിടെ എപ്പോഴെങ്കിലും നിങ്ങൾ എൻ്റെ ഇഷ്ടത്തെപ്പറ്റി ചിന്തിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നീ മിണ്ടരുത്. ഞാൻ നിൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നീ ഈ കാണുന്ന രീതിയിലൊക്കെ ജീവിക്കുന്നത്. അത് നിനക്ക് വേണ്ട എന്ന് പറയാനായിട്ട് പറ്റുമോ? അത് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ അങ്ങനെ ജീവിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എന്താ നേടിയത്? ഒരു സന്തോഷമായിട്ടുള്ളൊരു ലൈഫ്, അല്ലെങ്കിൽ പോട്ടെ ഒരു ദിവസം എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? എപ്പോഴും നിങ്ങൾ പറയുന്ന പോലെ നടക്കണം, നിങ്ങൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. എനിക്ക് മടുത്തു ഇങ്ങനെയുള്ളൊരു ജീവിതം ജീവിച്ചിട്ട്. ഇതിനെക്കാട്ടിലും എന്നെ കൊന്നു കളഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ജീവിതത്തിൽ അവൾ ആദ്യമായിട്ടായിരുന്നു മനസ്സിലുള്ളതെല്ലാം ഇങ്ങനെ അമ്മയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അവർക്ക് കേൾക്കുമ്പോഴത്തേക്കും നല്ല സങ്കടം ആകുന്നുണ്ട്. അങ്ങനെ അമ്മയോട് വഴക്കിട്ട് ഇവളാണെങ്കിൽ നേരെ പോയി ഒരു പാർക്കിൽ പോയി ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് അവളുടെ ഒപ്പം മുന്നേ സ്കൂളിൽ പഠിച്ച കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഫ്രണ്ട്സ് അല്ല, ഇവളെ എപ്പോഴും ബുള്ളി ചെയ്തുകൊണ്ട് നടന്ന ഒരു പെൺകുട്ടികളായിരുന്നു. അവർ വന്നിട്ട് എന്താടി ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്നത്? നിൻ്റെ ബോയ് ഫ്രണ്ട് തന്നെ ഇട്ടേച്ച് പോയോ എന്ന് ചോദിച്ചിട്ട് അവളോട് വഴക്കിടാനായിട്ട് വരുമ്പോൾ, പ്ലീസ് ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുവാണ്, ദയവ് ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ, അയ്യോ എന്ത് ഡിസ്റ്റർബൻസ്, നീ ഇതുപോലെയൊക്കെ പറയാറായോടി മോളെ, അതും ഞങ്ങളോടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിച്ച് അടികൂടാനായിട്ട് ശ്രമിക്കുന്നതിനോടൊപ്പം അവസാനം അത് കയ്യാങ്കളിയിൽ വരെ എത്തുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടികൾ ചേർന്നിട്ട് അവൾ അടിക്കാനായിട്ട് വരുന്ന സമയം പെട്ടെന്ന് അവിടെ എന്താ നടക്കുന്നത് പറഞ്ഞിട്ട് ആരുടെയോ ഒരാളുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ അത് നമ്മുടെ യങ് ആയിരുന്നു. എന്താ നിങ്ങൾ അവളെ ചെയ്യുന്നത്? ഓ, ഇതൊക്കെ ചോദിക്കാനായിട്ട് നീ ആരാണ്? ഞാൻ അവളുടെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ ഉടനെ ഈ പെൺകുട്ടി എണീറ്റിട്ട് അതെപ്പോഴാണ് നീ എൻ്റെ ഫ്രണ്ടായെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹലോ, അവൾ പറയുന്നു നീ അവളുടെ ഫ്രണ്ട് അല്ലാന്ന്, പക്ഷെ നീ പറയുന്നു ഇവള് നിന്റെ ഫ്രണ്ടാണെന്ന്. എന്താ മോളെ നിനക്കിപ്പോൾ വേണ്ടത്? ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അവൾക്ക് കൊടുക്കാൻ വന്ന സമ്മാനം നിനക്കും കൂടെ വീതിച്ച് തരാമെന്ന് പറയുമ്പോൾ, ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ വന്നോ, ഞാനും എന്ത് നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നത്. മോളെ, ഞങ്ങളുടെ ആ സമ്മാനം നിനക്ക് താങ്ങാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. എങ്കിൽ വാടിയെന്ന് പറഞ്ഞിട്ട് ഇവള് നേരെ ഫ്രണ്ടിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. സീൻ കട്ട് ചെയ്താൽ കാണുന്നത് നമ്മുടെ യങ് തറയിൽ കിടന്ന് ഈ 3 പെൺകുട്ടികളെ അടിമേടിക്കുന്നതായിരുന്നു. അവളാണെങ്കിൽ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഈ 3 പെൺകുട്ടികളും കൂടെ ചേർന്നിട്ട് നമ്മുടെ യങ്ങിനെയും മറ്റേ പെൺകുട്ടിയെയും നല്ല രീതിയിൽ അടിച്ച് പൂസാക്കുന്നുണ്ടായിരുന്നു. അവരവിടെ നിന്ന് പോകുന്നുമുണ്ട്. അന്നേരം ഈ പെൺകുച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് അടി അറിയാമെന്നും പറഞ്ഞിട്ടല്ലേ അവരോട് അങ്ങോട്ട് കയറി ചൂടായത്? ഓ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ വരണ്ടു പോകുമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷേ ഇമാതിരി അടി അടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അത് കേൾക്കുമ്പോഴത്തേക്കും ആ പെങ്കൊച്ചിനും നല്ല ചിരി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും യങ് ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും നിനക്ക് എന്നോട് എന്തിനാ ഇത്ര അധികം ദേഷ്യം? ഞാൻ അതിനു മാത്രം ഒരു തെറ്റ് നിന്നോട് ചെയ്തിട്ടില്ലല്ലോ. നിനക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, വീടുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അതൊന്നും ഇല്ലാത്ത എന്നോട് നിനക്ക് എന്തിനാ ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് എപ്പോഴേലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. പക്ഷേ നിനക്കുള്ള ഒരു സാധനം എൻ്റെ കയ്യിലില്ല. അത് തന്നെയാണ് എനിക്ക് നിന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നാനുള്ള കാരണം. അതെന്താണെന്നറിയോ? സന്തോഷം. ഇതൊന്നുമില്ലെങ്കിലും ഞാൻ ഇന്നേ വരെ നിന്നെ സങ്കടപ്പെട്ട ഒരു മുഖത്തോടു കൂടെ കണ്ടിട്ടില്ല. എപ്പോൾ കണ്ടാലും ചിരിച്ചുകൊണ്ടുള്ള മുഖം മാത്രമേ ഞാൻ കാണാറുള്ളൂ. അതെന്നെ എപ്പോഴും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. ആ വേദനയാണ് പലപ്പോഴും നിന്നോട് ഞാൻ ദേഷ്യമായിട്ട് പുറത്ത് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്താൽ എനിക്കിപ്പോൾ കുറ്റബോധമുണ്ട്. ഓ, അത് വിട്ടേക്ക്, അത് സാരമില്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ആ മറ്റേ ചെക്കനുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞ് എങ്ങനോട് ചോദിക്കുമ്പോൾ അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അവനെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് നടക്കാറുണ്ടല്ലോ. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കവനെ ഇഷ്ടമാണ്, അവനും എന്നെ ഇഷ്ടമാണ്. അവനെന്നെ ഓൾറെഡി പ്രപ്പോസ് ചെയ്തതുമാണ്. പക്ഷേ നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും പിടികൊടുക്കാനായിട്ട് പാടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ദിവസം അങ്ങനെ ഇട്ട് കറക്കുന്നതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഒരു 2 ആളും ഡാൻസ് പ്രാക്ടീസിലേക്ക് വരുന്ന സമയത്ത് ബാക്കിയുള്ള ഫ്രണ്ട്സിനോടൊപ്പം കോംപ്രമൈസ് ആയിട്ട് ഫ്രണ്ട്സ് ആകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഗ്യാങ് ആകുന്നുണ്ട്. തലേ ദിവസം നടന്ന പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഹെഡും പ്രിൻസിപ്പളും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ മുന്നിൽ വരുമ്പോഴത്തേക്കും അവരും ഒരുപാട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. ശേഷം എല്ലാവരും ഫൈനൽ പ്രാക്ടീസിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവരുടെ പ്രോഗ്രാമാണ്. അതിലെത്തുന്ന സമയം മുന്നേ ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തെല്ലാം ഒരാളെക്കാട്ടിലും മറ്റാൾ കളിക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവർക്കും മുഖത്തൊരു ദേഷ്യഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ യങ് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം എല്ലാവരും നല്ല ചിരിച്ചോണ്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. വ്യക്തിപരമായിട്ടല്ലാതെ നമ്മുടെ ടീം വേണം വിജയിക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ മനോഹരമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലായിട്ട് അവരുടെ ഡാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്. ഈ ഹെഡായിരുന്നു നമ്മുടെ യങ്ങിന് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കാണുമ്പോൾ അവർക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അമ്മ ഇല്ലാതായതിനു ശേഷം എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്ന ഒരാൾ നിങ്ങൾ മാത്രമാണ്. എനിക്ക്
എനിക്കറിയില്ല അത് പറയാനായിട്ടെന്ന് പറയുമ്പോൾ ഏയ് കരയരുത് ദേ പ്രോഗ്രാം തുടങ്ങാനുള്ള സമയമായി, നീ കരഞ്ഞ ഈ മേക്കപ്പ് മുഴുവനും കൊളാകും, അതുകൊണ്ട് നമ്മുടെ ഈ സംസാരം പിന്നെ ആവാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഫൈനലായിട്ട് ആ പ്രോഗ്രാം ചെയ്യാനൊരു സ്റ്റേജിൽ കയറുന്നുണ്ടായിരുന്നു. ആ ഡാൻസ് വളരെ മനോഹരമായിരുന്നു. എല്ലാവരും ഒരുപോലെ ഇത്രയും നാളത്തെ ഹാർഡ് വർക്ക് എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒരുപാട് ഐറ്റംസ് അവർക്ക് തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല രീതിയിൽ തന്നെ കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം ദിവസം പോകുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഹീറോയിനും ഈ ഹെഡും നല്ല രീതിയിൽ തന്നെ ഒരു ബന്ധത്തിലായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അവളുടെ ലോക്കൽ ഗാർഡിയനും കൂടി ആയിട്ടുണ്ടായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ അവൾക്ക് അവരുടെ റൂം അവരുടെ വീട്ടിൽ തന്നെ ഒരു റൂം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ നേരെ പോയിട്ട് ഹീറോയിൻ്റെ റൂം അങ്ങ് തുറക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാ ഈ ഡോർ തട്ടിയിട്ട് വരാതിരിക്കുന്നത്? ഞാൻ പഠിച്ചുകൊണ്ടാണ് ഇരുന്നത്. എൻ്റെ വീട്ടിലെ റൂം ഞാൻ എന്തിനാടി തട്ടിയിട്ട് വരുന്നത്? എന്നാലും ഇതിപ്പോൾ എൻ്റെ റൂമാണല്ലോ, മതി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നീ എന്തെങ്കിലും ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അതെന്താ സാധാരണ നിങ്ങൾക്കുള്ള ഫുഡ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് കഴിക്കുന്നതല്ലേ, ഞാൻ ഉണ്ടാക്കിയതൊന്നും കഴിക്കാറുമില്ല, പിന്നെ എന്തിനാ ഇപ്പോൾ വന്ന് ചോദിക്കുന്നത്? എനിക്ക് ഒരുപാട് പഠിക്കാനായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പോൾ നീ ഉണ്ടാക്കി തന്ന ഫുഡ് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു, നല്ല വിശപ്പുണ്ട്, നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ തോന്നുന്നുണ്ട്, എന്തെങ്കിലും പോയി പെട്ടെന്ന് പോയി ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴത്തേക്കും അവസാനം പോയി അവൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവളുണ്ടാക്കുന്ന ഫുഡായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നു നിർബന്ധിച്ച് അവളെ കൊണ്ട് ഉണ്ടാക്കിച്ചത്. പക്ഷേ എപ്പോഴും അവളോട് ഇങ്ങനെ ദേഷ്യഭാവത്തിൽ പെരുമാറാറുള്ളൂ, മനസ്സിൽ മുഴുവൻ അവളോട് സ്നേഹവുമാണ്. അങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കഴിക്കാനായിട്ട് വരുന്നുണ്ട്. ആദ്യം അവർ കാണുന്നത് ഒരു ലവ് സ്റ്റോറി ആയിട്ടുള്ള ഒരു ഫിലിമായിരുന്നു. അത് കാണുമ്പോൾ അതിലൊരു കിസ്സിങ് സീൻ നടക്കുന്നുണ്ട്. അങ്ങനെ അവർ ചാനൽ മാറ്റുന്നുണ്ടായിരുന്നു. അതിനകത്തും ഈ റൊമാൻസ് പോലത്തുള്ള സംഭവം തന്നെയായിരുന്നു. അവസാനം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ TV കാണാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് TV ഓഫാക്കാനായിട്ട് ഒരു പറയുണ്ടായിരുന്നു. അതെങ്ങനെ ശരിയാവും? ഓ, അപ്പം എനിക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ കുറേ നാൾ കൊണ്ട് ഈ ഡേറ്റിംഗ് ഒന്നും ചെയ്യാതെയും റിലേഷൻഷിപ്പിലൊന്നും വീഴാതെയല്ലേ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആകെ ചമ്മൽ തോന്നുന്നത്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അതിന് ആഗ്രഹം ഉണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ഞാനന്ന് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ, അയാളെ നോക്കാനായിട്ട് നല്ലൊരു മനുഷ്യനാ നിങ്ങൾക്ക് അയാൾ നല്ലതായിട്ട് ചേരും. ആര്? ആ മെഡിക്കൽ ഷോപ്പിലുള്ള അയാളോ? പിന്നെ ഒന്ന് പോയേ, ഒന്നാമതേ അവൻ എൻ്റെ ഇളയതാണ്, പിന്നെ ഞാൻ അവനെ സ്നേഹിക്കാനായിട്ട് പോകുന്നു, അതുകൊണ്ട് അതൊന്നും ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ശരിയാവത്തില്ല? ആ കൃത്യസമയത്ത് തന്നെ ഹെഡിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ ആ മെഡിക്കൽ ഷോപ്പിലുള്ള അയാളായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓഹോ, നമ്പറൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ അടിയിൽ കൂടെ ഞാൻ അറിയാതെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലേ. ഒന്ന് പോയടി, മിണ്ടായിരിക്കും, അങ്ങനെയൊന്നും സംസാരിക്കാതെ. പിന്നെ നീ അയാളെ സ്നേഹിക്കുന്നില്ലേ? ആരെ? നിന്റെ കൂടെ പഠിക്കുന്ന ചെക്കനെ? അയ്യോ, അതേപ്പം തൊട്ടാ അവനെൻ്റെ നല്ല ഫ്രണ്ടാ. പിന്നെ നീ ഒന്നും പറയണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. നീ അവനും കൂടെ കൈപിടിച്ച് നടന്നു പോകുന്നത് ഞാൻ അറിഞ്ഞാലോ? ശരി, ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് കണക്ഷനാ? നിങ്ങളും അയാളും ഇഷ്ടത്തിലായോ എന്ന് ചോദിക്കുമ്പോൾ അവരും ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നതോടുകൂടെ ഈ സ്റ്റോറി അവസാനിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കഥയിൽ ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റുകളോ വലിയ കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇതെടുത്ത് ചെയ്തതെന്തിനാന്ന് പറഞ്ഞാൽ ഇതിൽ വലിയൊരു മെസ്സേജ് വരുന്നുണ്ട്. ചില ആൾക്കാരുണ്ട്, അവർക്ക് പണവും സമ്പത്തും ഒത്തിരി ഉണ്ടെങ്കിലും അവർക്കില്ലാത്ത ഒരേ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവരുടെ ലൈഫ് കളയും. വേറെ ചിലർ ഒന്നുമില്ലെങ്കിൽ പോലും ഇതുപോലെ ഒരുപാട് സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ നോക്കിയിട്ട് എനിക്ക് അതുപോലെ ഒന്നും ആകാനായിട്ട് പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ചും അവരുടെ ലൈഫ് നഷ്ടപ്പെടുത്തും. അതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഈ യങ്ങിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങൾ നോക്കിയേ. അമ്മ മരിച്ചതിന് ശേഷം അവൾക്ക് പോകാനോ താമസിക്കാനോ ബന്ധുക്കളോ വീടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് ആ ചിരിച്ചുകൊണ്ടുള്ള മുഖം മാത്രമായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. എനിക്ക് ആ ഒരു മെസ്സേജ് ഈ ഒരു ഫിലിം കണ്ടപ്പോഴത്തേക്കും തോന്നി. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അടുത്ത അടിപൊളി ഡ്രാമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.